ഇതൊരു വെറൈറ്റി ചെമ്മീൻ ചമ്മന്തി ആട്ടോ. എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ? അതിനായിട്ടൊരു 50 ഗ്രാം ഉണക്ക ചെമ്മീനാണ് എടുത്തത്. ഇത് 2-3 പ്രാവശ്യം നല്ല രീതിയിലൊന്ന് കഴുകിയെടുക്കാം. ഇനി അടുപ്പത്തൊരു പാൻ വെച്ച് അത് ചൂടാകുമ്പോൾ അതിലേക്ക് ഈ ചെമ്മീനിട്ട് ഒന്ന് ഡ്രൈ ആൻഡ് ക്രിസ്പി ആക്കി എടുക്കാം. ചെമ്മീനിലുള്ള വെള്ളമൊക്കെ വറ്റിയതിന് ശേഷം നമുക്കൊരു തുള്ളി വെളിച്ചെണ്ണ ഒഴിക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, അതുപോലെ ചെറിയ ഉള്ളി 4-5 എണ്ണം ചെറുതാക്കി അരിഞ്ഞത്. ഇത് നമ്മൾ ഇവിടെ ചെറിയ ഉള്ളി ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചെറിയ സവാള യൂസ് ചെയ്തത്. ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അതാണ് കേട്ടോ നല്ലത്. ഈ ചമ്മന്തിയിൽ നമ്മൾ പുളി ഉപയോഗിക്കുന്നില്ല കേട്ടോ. ഇതൊരു 2 മിനിറ്റ് വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് കറിവേപ്പില ചേർക്കാം. വീണ്ടും 1 മിനിറ്റ് വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് പൊടി ചേർക്കാം. മുളക് പൊടിയാണ്. ഇതിൽ 1 ടേബിൾ സ്പൂൺ സാധാരണ മുളക് പൊടിയും അതുപോലെ 1 ടേബിൾ സ്പൂൺ കശ്മീരി മുളക് പൊടിയാണ് ഇട്ടത്. ഇനിയിപ്പോൾ കശ്മീരി മുളക് പൊടി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ സാധാരണ മുളക് പൊടി തന്നെ ആഡ് ചെയ്യാം കേട്ടോ. പൊടിയുടെ പച്ചമണം പോയതിന് ശേഷം നമുക്കിതിലേക്ക് ഉപ്പ് ചേർക്കാം കേട്ടോ. ഇനി നമ്മൾ എടുത്തിരിക്കുന്ന ചെമ്മീൻ്റെ അളവിനനുസരിച്ചിട്ട് പകുതി, ഞാനിവിടെ 50 ഗ്രാം ഉണക്ക ചെമ്മീനാണ് എടുത്തത്. അതിലേക്ക് ഒരു 25 ഗ്രാം, അതായത് പകുതി തേങ്ങ ചെരുവിയത് ചേർക്കാം കേട്ടോ. തേങ്ങ ഇട്ടതിന് ശേഷം നമ്മൾ അധികം വഴറ്റണ്ട കേട്ടോ. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്താൽ മതി. അതിനുശേഷം മിക്സിയുടെ ജാറിലേക്ക് മാറ്റി നമുക്കൊന്ന് ക്രഷ് ചെയ്യാം. കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്യാം കേട്ടോ. ഇത് ഓവറായിട്ട് അരയാൻ പാടില്ല, ജസ്റ്റ് ഒന്ന് ഒതുക്കിയാൽ മതി. അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ പൾസിലേക്ക് ഇട്ടാൽ മതി. ഇനി വേണമെങ്കിൽ അവസാനമായിട്ടൊന്ന് കടുക് താളിച്ചിട്ട് ചേർക്കാം. ഞാനിവിടെ ചെയ്തിട്ടില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ. ഈ ഒരു ചെമ്മീൻ ചമ്മന്തി ഉണ്ടെങ്കിൽ നമുക്ക് ചോറിൻ്റെ കൂടെ കറിയുടെ ഒന്നും ആവശ്യമില്ല. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ.